ഏഴുമല്ലേ സാർ? ഈ വീടല്ലേ? അതെ സാർ. വിളിക്ക്. ആരെങ്കിലും ഉണ്ടോ അകത്ത്? അറിയില്ല സാർ, പക്ഷെ അഡ്രസ് ഇത് തന്നെയാ. അകത്ത് ആരുമില്ലേ? കഥ തുറക്കേ. അകത്ത് ആരെങ്കിലും ഉണ്ടെന്നാ ചോദിച്ചത്. സാർ, ഇന്നലെ കംപ്ലൈന്റ് തന്ന സുബ്രഹ്മണ്യം ഇയാളാണ്. ഞാൻ സാറേ, വാ. ഇവിടെ വരെ ആരൊക്കെയുണ്ട്? ഞാൻ മാത്രമേ ഉള്ളൂ സാറേ. ആരേ ഈ പൂജ? പൂജയാ? അതാരാണെന്ന് എനിക്ക് അറിയില്ല സാറേ. അറിയാത്തൊരാളെങ്ങനെ തന്നെ കുറിച്ച് പറയാ? എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സാറേ. ഇന്നലെ രാത്രി 2:30 മണിക്ക്. ശരി, എന്നാ തിരിച്ചു വിളിക്കാം. പൂജ എന്നൊരു പെണ്ണ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആരോ തന്റെ പിന്നാലെ ഉണ്ടെന്നും അപകടത്തിലാണെന്നും പറഞ്ഞ്. സുബ്രഹ്മണ്യൻ സായി നഗർ എന്നാണ് അഡ്രസ്സ്. അതിനെക്കുറിച്ച് നിങ്ങളോടൊന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. ആരാ പെണ്ണ്? നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? അപ്പോ നിങ്ങൾ എനിക്ക് പ്രൊട്ടക്ഷൻ തരാൻ വന്നതല്ല. ഏതോ ഒരു പെണ്ണ് പറഞ്ഞത് കേട്ട് ചോദ്യം ചെയ്യാൻ വന്നതാണല്ലേ. ഞാൻ തന്ന കംപ്ലൈന്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, ഒരു ഭീഷണി കോൾ വന്നെന്ന് പറഞ്ഞില്ലേ? അതാരാ നിങ്ങളെ വിളിച്ചത്? അത് ഏത് ഫോണിൽ നിന്ന് കോൾ വന്നതെന്ന് കാണിച്ചേ. ജസ്റ്റ് എ മിനിറ്റ്. ഇന്നലെ ഇതുപോലെ തന്നെ സാർ, കുടിച്ചിട്ട് ഭയങ്കര ടോർച്ചറായിരുന്നു. ഇത് നോക്കിയാ സാറേ, രാത്രി 3 മണിക്കൊക്കെ വരുന്നുണ്ട് സാറേ കോള്. ഇതാടോ സാർ, ആ പെങ്കൊച്ചിന്റെ അതേ നമ്പറിന് ഫോൺ വന്നിട്ടുണ്ട് സാർ. സാർ, ഒരു നിമിഷം. പെണ്ണിന്റെ പേര് പൂജ എന്നല്ല പറഞ്ഞത്. ഒരു മിനിറ്റ്. അത് റെക്കോർഡ് ചെയ്യ്. പറഞ്ഞോ. പേര് പൂജ. 3 പേര് ഓടിക്കുന്നുണ്ട്. സഹായം ചോദിച്ചു പോലീസിനെ വിളിച്ചു. അതിനുശേഷം ഒരുത്തൻ ടോർച്ചിനടിക്കുന്നു. അതിനുശേഷം കറണ്ട് പോയി സാറേ. സാർ, അയാൾ കള്ളം അറിയാ. കറണ്ട് പോയ ശേഷമല്ലേ സാറേ ടോർച്ച് അടിക്കുക? ടോർച്ച് അടിച്ച ശേഷം എങ്ങനെ സാറേ കറണ്ട് പോവാ? ഹലോ സാർ, ഇന്നലെ രാത്രി മുതൽ ഈ കഥയാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ കഥാപാത്രമാണ് സാറേ പൂജ. ഇതാ നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ് സാർ. ഇതിൽ പൂജ എന്ന് എഴുതിയിട്ടുണ്ട്. 3 പേര് പിന്തുടരുന്നുണ്ട്. എല്ലാം അതേപോലെ എഴുതിയിട്ടുണ്ട് സാർ. പൂജ ആരാ? ആരൊക്കെയാ 3 പേര്? അവൾ എവിടേക്കാ തട്ടിക്കൊണ്ടുപോയത്? തട്ടിക്കൊണ്ടുപോയെന്നാ? എന്താ സാറേ പറയുന്നേ? അപ്പൊ താൻ എഴുതിയതൊരു കഥയാണ്. അവളെ കുറിച്ച് എനിക്ക് മറ്റൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ല സാറേ. അയാളെ കസ്റ്റഡിയിലെടുക്ക്. നിക്ക്. എന്നെ കസ്റ്റഡിയിലെടുക്കാൻ നിങ്ങളുടെ കയ്യിൽ വാറണ്ട് ഉണ്ടോ? അപ്പോ വാറണ്ട് ഇല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റ് വെച്ച് എന്നെ എന്തിനാ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതി. എങ്ങനെ? തനിക്ക് ലോക്കൽ ചാനൽ മതിയാവോ അതോ CNN, BBC പോലുള്ള വേൾഡ് ചാനലൊക്കെ കൊണ്ടുവരേണ്ടി വരുമോ? ഏഴുമല്ലേ സാർ, ഇയാളെ പിടിച്ച് വണ്ടി കയറ്റോ? കയ്യിൽ വിട് സാറേ. സാറേ, എന്തുണ്ടെങ്കിലും നമുക്ക് സ്റ്റേഷനിൽ പോയി സംസാരിക്കാം. പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ വരാം. ഞാൻ വരുമെന്ന് പറഞ്ഞില്ല, പിന്നെ എന്താ? എന്താ സാർ ഒരു മര്യാദയില്ലാതെ? അത് നീ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ തെറ്റ് സംഭവിച്ചെന്ന് ആദ്യം പറ, അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോക്കാം നിങ്ങൾ. നീ അറിയേണ്ട കാര്യമില്ല. എല്ലാവരും മാറി നിൽക്കാൻ. അയാൾ എന്ത് തെറ്റിയാ കൊണ്ടുപോണേ? ആദ്യം വിടാ പറ. നീ എന്താ നാടകം ഇവിടുന്ന് വിടില്ല, പറഞ്ഞു കൊടുക്ക് സാറേ. എന്തിനാ എന്തേ കാണിക്കുന്നേ? എന്തിനാ ഇദ്ദേഹത്തെ കൊണ്ടുവന്നേ? നീ ആരാ? പ്രസ് റിപ്പോർട്ട് ആണെങ്കിൽ ചാർജ് ഷീറ്റ് ഉണ്ടോ? ഇവിടെ ഉള്ള ആരെങ്കിലും കംപ്ലൈന്റ് തന്നിട്ടുണ്ടോ? കാണിച്ചേ, നിങ്ങളെ കംപ്ലൈന്റ് ഒന്ന് കാണിച്ചേ. സാറേ, അവന്മാര് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവനാണെങ്കിൽ പ്രസ് എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രശ്നമാകും. ഒന്ന് പോ സാറേ. സാർ വിട്ടേ. കാണിച്ച തരികട യൂട്യൂബ് ചാനലിട്ട് കാണിച്ചു തരാം. പോ. ഫസ്റ്റ് ഇവരെ കൊണ്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യിക്കാനായിട്ട്. സാറേ, എന്താ സാറേ പ്രശ്നം? പൊക്കിയോ.
ഇന്നലെ രാത്രി എനിക്ക് സംരക്ഷണം വേണമെന്ന് പറഞ്ഞ് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. എന്നിട്ട് എന്നെ കൊണ്ടുവന്ന് നോക്കുക. സാർ വിഷമിക്കട്ടെ സാറേ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. താങ്ക്സ്. മാം മീറ്റിംഗിലാണ്. കുറച്ചു നേരം മാഡത്തിനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. Election കഴിയുന്നതുവരെ nobody will be granted personal holidays or leaves. Okay, madam. ACPC and commissioners should be on standby 24/7. Yes, madam. ഏത് ചെറിയ കാര്യങ്ങളും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ശരി madam, അങ്ങനെ ചെയ്യാം. Don't take anything lightly and don't give space to media and opposition to talk about us or our department. യെസ് മാഡം. Especially ഇലക്ഷന് 2 ആഴ്ച മുൻപ് I want everyone to be cautious, alert and vigilant. ഷുവർ മാഡം. Okay then. Thank you. മാം, Wait a minute, please. നിന്നോടല്ലേ പറഞ്ഞത് ഫോൺ ഓഫ് ചെയ്യടാ. എന്താ പ്രശ്നം? നീ എന്താ നാടകം കളിക്കാ? അയാൾ എന്തെറ്റിയാ കൊണ്ടുപോണേ? ആദ്യം വിടാൻ പറ. സാറേ എന്തിനാ സാറേ എന്നെ കുത്തിനെ പിടിക്കുന്നേ? വീഡിയോ ഇടണോ? സായ്നഗർ ആരുടെ ലിമിറ്റിലാ വരുന്നത്? എന്റെ ലിമിറ്റാ മാം. What's happening there? കിഡ്നാപ്പ് കേസ് മാഡം. Can you please brief me? വെളുപ്പിന് 2:30 കൺട്രോൾ റൂമിലേക്ക് ചേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു കോൾ വന്നു. സുബ്രഹ്മണ്യന നോവലിസ്റ്റ് ആണെന്നും അയാൾ പറഞ്ഞു. അയാൾ ആ നടന്ന കാര്യം അങ്ങനെ കഥയായിട്ട് എഴുതി വെച്ചേക്കുക. എനിക്ക് അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയത്. എൻക്വയറി ചെയ്യാൻ ഞാനാ പറഞ്ഞത്. സോ നേരിട്ട് നിങ്ങൾ അവരെ കസ്റ്റഡിയിൽ എടുത്തല്ലേ? യെസ് മാം. അവരെന്നെ ചേംബറിൽ വന്ന് കാണണം. പോലീസുകാരുടെ അക്രമം. മുതിർന്നവരെ ക്രൂരമായി പീഡിപ്പിച്ച് അറസ്റ്റ് ചെയ്ത പോലീസുകാരെ പൊതുജനങ്ങളുടെ ഇടപെടൽ കാരണം അവരെ പറഞ്ഞയച്ചു. കൂടാതെ ഈ അക്രമരാഹിത്യം ഷൂട്ട് ചെയ്ത് യുവാക്കളുടെ സെൽഫോൺ വലിച്ചെറിഞ്ഞത് മാത്രമല്ല, അവരെ പീഡിപ്പിച്ചതും പൊതുജനങ്ങളുടെ ഇടയിൽ രോഷം കൊള്ളിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ സമൂഹത്തിലെ ജനങ്ങളുടെ ഇടയിൽ അതിവേഗം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ കഥകളിൽ വരുന്ന ക്യാരക്ടേഴ്സിനെ പോലെ അവരെ ഭീഷണിപ്പെടുത്തുന്നു എന്നല്ലേ? ഇതൊക്കെ വിശ്വസിക്കണമെന്ന്. ആശുപത്രി കൂട്ടിക്കൊണ്ടു പോകേണ്ടവരെ കസ്റ്റഡിയിൽ എടുത്തു കളഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ ടെൽ മീ, വാട്ട് വാസ് ദ ബേസിസ് ഓൺ വിച്ച് യു ട്രൈങ് ടു ടേക്ക് ഹിം കസ്റ്റഡി? അല്ല മാഡം, ആ പെണ്ണ് അയാളുടെ പേരാ പറഞ്ഞിരുന്നത്. അയാളെ പെണ്ണിന്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, സപ്പോസ് ഇന്ന് ആരോ എനിക്ക് ഫോൺ ചെയ്ത് നിങ്ങൾക്ക് മെന്റൽ ഇഷ്യൂസ് ഉണ്ട് എന്ന് വെച്ച് നിങ്ങളെ ഞാൻ ഉടനെ അസൈലമിൽ അഡ്മിറ്റ് ചെയ്തേക്കട്ടെ? ഓക്കെ, യു ലീവ് ഇറ്റ്. നിങ്ങൾ പറ, മിസ്സിംഗ് കേസിൽ എൻക്വയറി ചെയ്യണമെങ്കിൽ അതിനുള്ള ബേസിക് റിക്വയർമെന്റ് എന്താണ്? മിസ്സിംഗ് കംപ്ലൈന്റ് ഓഫ് ദ ഗേൾ, കംപ്ലൈന്റ് ബൈ ദ ഗേൾ, പ്രൂഫ് ഓഫ് ദ ക്രൈം ആൻഡ് കോൺക്രീറ്റ് എവിഡൻസ് മാം. അപ്പൊ ആവശ്യമില്ലാതെ എന്തിനാണ് സെൻസേഷൻ ആക്കിക്കൊണ്ടിരിക്കുന്നത്? എൻക്വയറി വേണമെന്ന് പറഞ്ഞ് ഓർഡർ വന്നു മാം. ആ കുട്ടി കൺട്രോൾ റൂമിലേക്ക് ചെയ്ത കോളില് ഇയാള് തന്നെയാണ് തട്ടിക്കൊണ്ട് പോയതെന്ന് പറഞ്ഞായിരുന്നോ? അതല്ല ആരോ ഈ പെണ്ണിനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് ഇയാളുടെ പേരിലാണ് സംശയം ഉള്ളതെന്നും അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ അല്ലേ? ആ കോള് വന്ന നമ്പര് കൂടെ ട്രേസ് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല നമ്മളെ കൊണ്ട്. വാട്ട് എഫക്ട് വാസ് എ പ്രാങ്ക് കോൾ? ആ പെണ്ണിന്റെ വോയിസ് കേൾക്കുമ്പോ അതൊരു പ്രാങ്ക് കോളായിട്ട് തോന്നില്ല മാഡം. ലെറ്റ് മീ ലിസൺ ടു ദി റെക്കോർഡിംഗ്. യെസ് മാം. ഹലോ ഹലോ, കൺട്രോൾ റൂം. 3 പേര് എന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ എവിടെ ഉള്ളെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് ആൻ എമർജൻസി. ഐ നീഡ് ഹെൽപ്പ്. പ്ലീസ് പ്ലേ ദാറ്റ് അഗൈൻ. ഓക്കേ മാം. ഹലോ ഹലോ, കൺട്രോൾ റൂം. 3 പേര് എന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ എവിടെ ഉള്ളെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് ആൻ എമർജൻസി. ഐ നീഡ് ഹെൽപ്പ്. പൂജയ്ക്കൊന്ന് കോൾ ചെയ്തേ. മോളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് മാഡം. വേഗം വീട്ടിൽ ഫോൺ ചെയ്. ആ ഇന്നലെ ഫോൺ എന്തെങ്കിലും ചെയ്തായിരുന്നോ? ഇല്ല മാം, കോളൊന്നും വന്നില്ല. ഹലോ. ആ ഹലോ, പറയൂ സർ. പൂജ മോള് റൂമിലുണ്ടോ നോക്കിയേ. ഇല്ല സർ. വീട്ടിൽ വന്നിരുന്നോ? വന്നിട്ടില്ല സർ. ഓക്കെ, വീട്ടിൽ ചെന്നിട്ടില്ല മാം. അവളുടെ ഫ്രണ്ട് അനിതയ്ക്ക് ഫോൺ ചെയ്. കൺട്രോൾ റൂമിലേക്ക് 2 കോൾ വന്നെന്ന് പറഞ്ഞില്ലേ? യെസ് മാം. പ്ലേ. പൂജ, സുബ്രഹ്മണി, സായ്നഗർ. മാം, അനിതയുടെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. ആരെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ട് ചെക്ക് ചെയ്ത് നോക്ക്.
ആ ശരി മാം. അയാളെ ഉടനെ കസ്റ്റഡിയിൽ എടുക്കണം. യെസ് മാഡം. ഞാൻ ഓഫീസിൽ പോയിട്ട് എന്താണെന്നുള്ള കാര്യങ്ങൾ തിരക്കണം. എന്നിട്ട് തിരിച്ച് എന്നെ വിളിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോകാം. ശരി ശരി ശരി. പൂജയുടെ കാർഡ് ഡീറ്റെയിൽസ് എല്ലാ പാട്രോൾസിനും ചെക്ക് പോസ്റ്റിന് ഷെയർ ചെയ്യും. ശരി മാഡം. ആരെങ്കിലും സംശയം തോന്നിയെന്ന് കണ്ടാൽ വെയർ ഹൗസിൽ വെച്ച് ഇൻട്രോഗേറ്റ് ചെയ്യും. ഓക്കെ മാഡം.